ഓക്കെ, നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഡിഗ്രി മെയിൻസിന്റെ ക്ലാസ്സുകളാണ് ഈ ചാനൽ വഴി നൽകുന്നത്. ഓക്കെ, നമുക്ക് സിലബസിലെ ഓരോ ടോപ്പിക്കായിട്ട് ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എന്റെ മാക്സിമം ക്ലാസ്സുകൾ ഇതിനകത്ത് എടുക്കുന്നതായിരിക്കും. നമ്മൾ ഫസ്റ്റ് പഠിച്ചു തുടങ്ങുന്നത് കേരള ഹിസ്റ്ററിയിലെ ട്രാവൻകൂർ റൂളേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അതായത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിരതിർമ്മം വരെയുള്ള രാജാക്കന്മാരുടെ കാലഘട്ടമാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ആരെക്കുറിച്ചാണ്? മാർത്താണ്ഡവർമ്മയെ കുറിച്ചാണ്. ഓക്കെ, മാർത്താണ്ഡവർമ്മയെ കുറിച്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകും. ഓക്കെ, മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം 1706 ഓക്കെ, അദ്ദേഹത്തിന്റെ പിതാവ് ആരാണെന്ന് അറിയാമോ? കിളിമാനൂർ കോയിത്തമ്പുരാനാണ്. ഓക്കെ, കിളിമാനൂർ കോയിത്തമ്പുരാനാണ് അദ്ദേഹത്തിന്റെ പിതാവ്. മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം 1706 അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്? കിളിമാനൂർ കോയിത്തമ്പുരാനാണ്. ഓക്കെ, ഒരു സെക്കൻഡ്. അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്? കിളിമാനൂർ കോയിത്തമ്പുരാനാണ്. ഓക്കെ, അപ്പൊ ജനിച്ച വർഷം എന്ന് പറഞ്ഞാൽ 1706 അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്? കോയിത്തമ്പുരാൻ. കിളിമാനൂർ കോയിത്തമ്പുരാൻ അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അറിയപ്പെട്ടുന്നതാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെട്ട രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് കേട്ടാ, തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു. അതുപോലെ ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, അതുപോലെ ആധുനിക തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക്, ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്ക് മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മ. ഓക്കെ, ഈ 3 പോയിന്റ് ഓക്കെ ആണല്ലോ. അപ്പൊ 1706 ജനിച്ചു, കിളിമാനൂർ കോയിത്തമ്പുരാനാണ് പിതാവ്. ഈ 3 പോയിന്റ് പഠിച്ചു. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക്, ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്ക് മനുഷ്യൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഓക്കെ, മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയം, അദ്ദേഹത്തിന്റെ ഭരണ രീതി എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നാണ് അറിയപ്പെടുന്നത്. ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് വെച്ചാൽ അദ്ദേഹം സ്വീകരിച്ച നയങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായിരുന്നു. മീൻസ് കഠിന, അതായത് ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാത്ത നയങ്ങളായിരുന്നു ആർക്ക് സ്വീകരിച്ചിരുന്നത്? മാർത്താണ്ഡവർമ്മ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നയത്തിലെ ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നു. ഓക്കെ, മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയമാണ് ഇത് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന പേരിൽ അറിയപ്പെട്ടു. ആ പോയിന്റ് ഓക്കെ ആണല്ലോ. ഇനി മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം, അദ്ദേഹത്തിന്റെ ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത്, അതായത് 2 തലസ്ഥാനം പറയും കേട്ടോ. ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത് കൽക്കുളമാണ് കേട്ടോ, കൽക്കുളം. അഥവാ നമ്മൾ ഇപ്പോഴത്തെ എന്താ പറയുക, നമുക്ക് പത്മനാഭപുരം. അതുപോലെ വാണിജ്യ തലസ്ഥാനമുണ്ട്, വാണിജ്യ തലസ്ഥാനമാണ് ഇത് മാവേലിക്കര. ഈ 2 തലസ്ഥാനം മാറിപ്പോവല്ലേ. അദ്ദേഹത്തിന്റെ ഭരണ തലസ്ഥാനം ഏതാണ്? ഭരണ തലസ്ഥാനം ഏതാണ്? കൽക്കുളം. അതുപോലെ വാണിജ്യ തലസ്ഥാനം ഏതാണ്? മാവേലിക്കര. അതുപോലെ അദ്ദേഹത്തിന്റെ നയം എന്താണ്? ചോരയുടെയും ഇരുമ്പിന്റെയും നയമാണ്. ഓക്കെ, ഇത്രയും പോയിന്റ് ഓക്കെ ആണല്ലോ. നമ്മൾ പഠിച്ചത് 1706 മാർത്താണ്ഡവർമ്മ ജനിച്ചത്. പിതാവ് കിളിമാനൂർ കോയിത്തമ്പുരാനാണ്. പിന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, പിന്നെ തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക്, ആധുനിക അശോകൻ എന്നൊക്കെ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ആധുനിക അശോകൻ പോയിന്റ് വിട്ടു, സോറി. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നതും ആരാണ്? മാർത്താണ്ഡവർമ്മ. അതിന് ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത് കൽക്കുളമാണ്. വാണിജ്യ തലസ്ഥാനം മാവേലിക്കരയായിരുന്നു. അദ്ദേഹത്തിന് സ്വീകരിച്ചിരുന്ന ഭരണ നയം എന്തായിരുന്നു? ചോരയുടെയും ഇരുമ്പിന്റെയും നയമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഓക്കെ, ഇനി ബാക്കി പോയിന്റുകളിലോട്ട് കടക്കാം. 1-ാം തൃപ്പടിദാനം കേട്ടാ. എന്താണ് 1-ാം തൃപ്പടിദാനം നടത്തിയ രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ കേട്ടോ. 1-ാം തൃപ്പടിദാനം നടത്തിയ രാജാവായിരുന്നു വെച്ചാൽ അതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് ആണ് 1723 എന്താണ് നമ്മളെല്ലാം പഠിക്കുന്നതാണ്? വേണാട് ഉടമ്പടി. അറിയാലോ നമ്മളെ എന്താണ്? ആറ്റിങ്ങൽ കലാപവുമായിട്ടൊക്കെ അതിനുശേഷം അതിന്റെ ഭാഗമായിട്ടൊക്കെ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഇത് 1721 വേണാട് ഉടമ്പടി. ഇത് ആരുമായിട്ടാണ് ഒപ്പുവെക്കുന്നത്? ബ്രിട്ടീഷുകാരുമായിട്ടാണ് ഒപ്പുവെച്ചത്. ആരുമായിട്ടാണ്? ബ്രിട്ടീഷുകാരുമാരുടെ ഈ ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഈ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണ്? ഈ
ഈ ഉടമ്പടി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ എന്താണ് ഒരു ഉടമ്പടിയാണ് ഇത് ഈ പറയുന്ന വേനാട് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ ഉടമ്പടിയുടെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇതിന്റെ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? 1723. 1723 ഏത് വേനാട് ഉടമ്പടി ഏത് വർഷമാണ്? 1723. വേനാട് ഉടമ്പടി ഏത് വർഷമാണ്? 1723. ഒന്നാം തൃപ്പടിദാനം നടത്തിയാലാണ് മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് പോയാലോ? ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മ, അതായത് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്. ഓക്കെ, മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന സ്ഥലമുണ്ട്. അതായത് ഈ പറയുന്ന ആക്രമണങ്ങൾക്ക് രക്ഷ നേടാൻ വേണ്ടി ഒളിച്ചിരുന്ന സ്ഥലമാണ് അമ്മച്ചിപ്ലാവ്. ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഈ ഒരു അമ്മച്ചിപ്ലാവ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ,